കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. സിസ്റ്റർ ലിനി നഗറിലാണ് സമ്മേളനം നടന്നത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റണി കേരളം ഭരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാകും. 2002 ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. സർക്കാർ ജീവനക്കാരുടെ സമരം എന്തായിരുന്നു? അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജീവിത പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ അതിനിടയിൽ ഇടതടവില്ലാതുള്ള പോരാട്ടത്തിലൂടെ അവർ നേടിയെടുത്ത അവകാശങ്ങൾ ഒന്നൊന്നായി നിഷേധിച്ചുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും തട്ടിയെടുക്കുന്ന നിലപാട് സ്വീകരിച്ച ശ്രീ A. K. ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെതിരായി 32 ദിവസക്കാലം രാഷ്ട്രീയം മറന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുന്ന സംഘടനകളൊക്കെ യോജിച്ചുകൊണ്ട് 32 ദിവസക്കാലം ഇവിടെ സമരം നടന്നു. ആ സമരം നടന്ന കാലഘട്ടത്തിൽ അതിനു മുമ്പും പിമ്പും അവരുടെ നിലപാടെന്താ? HDCയിൽ നിന്നുള്ള വരുമാനം ജീവനക്കാരെ വെക്കാനായിരുന്നില്ല. സർക്കാർ ആതുര ശുശ്രൂഷ രംഗത്ത് സർക്കാർ ആശുപത്രികളിൽ അവരുടെ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സർക്കാരിലേക്ക് പണം വരണം എന്ന നിലപാടായിരുന്നു UDFിനുണ്ടായിരുന്നത്. UDF ഗവൺമെൻറ് കാലത്തെ HDC ഫണ്ട് അവിടെ ആശുപത്രിയുടെ മികച്ച പ്രവർത്തനത്തിന് വേണ്ടി ജീവനക്കാരെ നിയമിക്കാൻ വേണ്ടിയായിരുന്നില്ല, HMC സ്റ്റാഫിനെ നിയമിക്കാൻ വേണ്ടിയായിരുന്നില്ല. അവരുടെ നിലപാട് OP ടിക്കറ്റിലൂടെ വരുന്ന വരുമാനം, അത് മറ്റ് ഇതര വരുമാനം, ആ വരുമാനം ആശുപത്രികളിൽ നിന്ന് വരുമ്പോൾ IP ആകുന്ന ആളുടെ ലഭിക്കുന്ന വരുമാനം, അത് ചെറിയ വരുമാനമാണെങ്കിലും അതെല്ലാം സ്വരുക്കൂട്ടി സർക്കാരിലേക്കും കൈമാറാനാണ് നിർദ്ദേശിച്ചത്. അതിന് മാറ്റമുണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആശുപത്രിയുടെ മികച്ച പ്രവർത്തനം കായംകുളം താലൂക്ക് ആശുപത്രി, അതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജ്, അതുപോലെ മറ്റ് ആശുപത്രികളിൽ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആരോഗ്യ ജീവനക്കാരുടെ മാത്രം പ്രവർത്തനം കൊണ്ട് മാത്രം അവിടെ OPയിൽ വരുന്നവരെയും IP ആകുന്ന പേഷ്യൻറ്റിനെ കൃത്യമായി നോക്കാൻ കഴിയണമെങ്കിൽ കൂടുതൽ സ്റ്റാഫ് വേണം. അപ്പോൾ HDC HMCക്ക് നിയമിക്കാം. അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുവാദത്തോടും സഹായത്തോടും ചെയ്യാം. ഈ ഉത്തരവ് കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ജീവനക്കാരായി പോയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ സ്ഥിതി? HDC ഫണ്ടിൻ്റെ അല്ലെങ്കിൽ HMC ഫണ്ടിൻ്റെ 60% തുക മാത്രമേ ജീവനക്കാർക്ക് ശമ്പളമായി കൊടുക്കാൻ പാടുള്ളൂ എന്നിപ്പോൾ നിൽക്കുന്നത് 60% ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായിരുന്നില്ല. ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒരു കാലത്ത് ആലോചിച്ചിരുന്നതെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് D. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. HLM MLA A. പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് U. പ്രദീപ് MLA, P. ശശികല, B. അമിൻ ഷാ, G. ശ്രീനിവാസൻ, KP മോഹൻദാസ്, S. ഉമയമ്മ, R. റജിബലി, S. ഷാഹിറ മോൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തന റിപ്പോർട്ട് യൂണിയൻ ജില്ലാ സെക്രട്ടറി P. ഷാജി മോഹനും സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുനിൽകുമാറും അവതരിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.